ക്രമക്കേടുകൾ എവിടെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പിടിമുറുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ധർമ്മനിഷ്ഠയോടുകൂടി നടത്തേണ്ട സ്ഥലങ്ങളില്ല. അവിടെയുള്ള അഴിമതികളെല്ലാം പിടിക്കണം. നമ്മളതിന് അനുകൂലിയാണല്ലോ. തീർച്ചയായിട്ടും ഞാനതിനെപ്പറ്റിയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം മുമ്പോട്ടുള്ള യാത്രയാണ് എൻ്റെ കാര്യം. പിന്നെ ഇത് വളരെ കാലമായിട്ട് കോടതിയും പറയുന്നുണ്ട്, ഓഡിറ്റ് പറയുന്നുണ്ട്. കാരണം ഇത്രയേറെ ക്ഷേത്രങ്ങളും ഇത്രയേറെ ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു സ്ഥാപനത്തിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇനിയും നടന്നിട്ടില്ല. ഭാഗികമായിട്ട് അവിടെയൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ പോലും നമ്മൾ മുറികൾ ബുക്ക് ചെയ്യുന്നത് ഭാഗികമായിട്ട് മാത്രമാണ്. 100 റൂമാണ് ആകെ. അപ്പോൾ എല്ലായിടത്തും ഈ ഡിജിറ്റലിനേക്കാൾ കൂടുതലും മാനുവലായിട്ട് ചെയ്യാനാണ് പൊതുവെ ഒരു വാസന. അതിന് പല പ്രായോഗിക കാര്യങ്ങളുണ്ടാവാം. പക്ഷേ എന്തായാലും ഈ മാറിയ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ ഈ ഡിജിറ്റൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കെ അത് ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കോടതി പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിജിറ്റലൈസേഷൻ പാത്വേ അല്ലെങ്കിൽ അതിങ്ങോട്ടുള്ള ഒരു മാർഗരേഖ കൃത്യമായിട്ട് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കിറ്റ്ഫ്ര എന്ന് പറയുന്ന സ്ഥാപനത്തെ ഞങ്ങളുടെ ഒരു കൺസൾട്ടൻ്റായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇത്രമാത്രം എക്സ്പെർട്ടീസ് ഇല്ല. എന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഞങ്ങളിപ്പോൾ പരസ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും നല്ലൊരു വെണ്ടർ വരട്ടെ. 10-18 മോഡ്യൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും സമഗ്രമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ തന്നെ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് മുഴുവനും കൂടി ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആളുകളുമായിട്ട് ഇടപെടുന്ന മേഖലകളിലൊക്കെ ആദ്യം ഒരുപാട് ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉള്ളതിലൊക്കെ ആദ്യം ഇടപെട്ടിക്കൊണ്ട് 1 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി ഡിജിറ്റലിലേക്ക് പോകണം എന്ന്. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഭരണമുണ്ടല്ലോ. ഞങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, ഞങ്ങളുടെ പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ട്, മെറ്റീരിയൽ മാനേജ്മെന്റ് ഉണ്ട്, സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്, തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങൾ, വാല്യൂബിൾസിന്റെ മാനേജ്മെന്റ് ഉണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളുടെ കാര്യമല്ല, അതിനേക്കാൾ പ്രധാനം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചെറിയ ക്ഷേത്രവും വലുതുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പറ്റിയുള്ള ഒരുപാട് അപഖ്യാതികൾ ഇതോടുകൂടി മാറിക്കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ ഗൗരവപൂർണ്ണമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് ആസ് എ മാറ്റർ ഓഫ് പ്രയോറിറ്റി. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ പ്രതികരിക്കാനുള്ള ഒരു സമയമായിട്ടില്ല. കാരണം മഹേഷ് മോഹനരാണ് ഇപ്പോഴത്തെ തന്ത്രി. അദ്ദേഹത്തിന് അടുത്ത ഒക്ടോബർ മാസം 2026 ഒക്ടോബർ വരെ മഹേഷിന് തുടരാം. അയാൾ മാറി പുതിയ തന്ത്രി വരുമ്പോൾ, രാജീവരുടെ ഊഴം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ തീരുമാനിച്ചാൽ മതി. മുൻകൂട്ടി ഞാനിപ്പോൾ എന്തെങ്കിലും പറയുന്നത് അപ്രസക്തമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്ന സമയത്ത് ഏറ്റവും ധർമ്മനിഷ്ഠമായിട്ടുള്ള തീരുമാനമെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തിരിച്ചുകൊണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞ 2 മാസത്തെ പരിചയത്തിൽ 2 തരത്തിലുണ്ട്. ചിലയിടത്ത് ഈ ഉപദേശക സമിതി ഒരുപാട് ആധിപത്യം ചെലുത്തി ഉദ്യോഗസ്ഥന്മാരെ അപ്രസക്തരാക്കുന്നു. ചിലയിടത്ത് ഉദ്യോഗസ്ഥന്മാർ ഇവരെ നോക്കുകുത്തിയാക്കുന്നു. ഇവരൊരു ഉത്സവ കമ്മിറ്റിയാക്കി മാത്രം നിന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. ഇത് രണ്ടും ശരിയല്ല. വളരെ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ള മാർഗരേഖയുണ്ട്. എങ്ങനെയാണ് ഈ ഉപദേശക സമിതികൾ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവരോട് അത് എവിടെയൊക്കെ വൈകല്യം വന്നിട്ടുണ്ടോ അത് ഞങ്ങളിത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുതിയ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് ക്രമീകരിക്കണം. പലയിടത്തും ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും തമ്മിൽ കേസ് നടത്തുന്നുണ്ട്. അതൊന്നും ശരിയായ നടപടികളല്ല. ആ ബന്ധങ്ങളിലൊക്കെയുള്ള പാളിച്ചകൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓംബുഡ്സ്മാനെ കാണാൻ വന്നതും അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. താങ്ക് യു.